അടുത്തത് കഴക്കൂട്ടത്തേക്ക് പോകാം. ശക്തമായ ത്രികോണ മത്സരം നടന്ന കഴക്കൂട്ടത്ത് വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. മണ്ഡലത്തിൽ ഹാട്രിക് വിജയം നേടാനാകുമെന്നാണ് കടകംപള്ളി സുരേന്ദ്രനും LDFും പ്രതീക്ഷിക്കുന്നത്. ശരത് ചന്ദ്ര പ്രസാദിലൂടെ പഴയ തട്ടകം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. കഴിഞ്ഞ 2 തവണയും BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലത്തിൽ ഇത്തവണ ഒന്നാമതെത്തുമെന്ന പ്രതീക്ഷയിലാണ് V മുരളീധരനുമുള്ളത്. MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, BJPക്ക് ഈ അവസാന നിമിഷങ്ങളിലും വലിയ പ്രതീക്ഷയുള്ളൊരു മണ്ഡലമാണ് കഴക്കൂട്ടം. എന്ത് സംഭവിക്കുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് നമ്മൾ. UDFനും LDFനും ഒക്കെ വലിയ ആത്മവിശ്വാസം ഉണ്ട് താനും. എന്തായിരിക്കും സംഭവിക്കുക? റോഷ്നി, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് തിരുവനന്തപുരം കഴക്കൂട്ടം. ശക്തമായ ത്രികോണ മത്സരമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് ഉണ്ടായിട്ടുള്ളത്. ടേം വ്യവസ്ഥയിൽ ഉൾപ്പെടെ ഇളവ് നൽകിക്കൊണ്ടാണ് കടകംപള്ളി 3ാം തവണയും മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കത്തി നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് കടകംപള്ളിക്ക് വീണ്ടും ഇളവ് നൽകിക്കൊണ്ട് കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ച് നിർണായകമായ മത്സരമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രചരണം LDFന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ ശബരിമല വിവാദം ഒന്നും തന്നെ ഒരിക്കലും വോട്ടായി മറ്റാർക്കും അനുകൂലമായി മാറില്ല എന്നുള്ള ഒരു തികഞ്ഞ ആത്മവിശ്വാസം കടകംപള്ളി സുരേന്ദ്രനുണ്ട്. LDFിലേക്ക് വന്നാൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷത്തിന്റെ ഒരു ആത്മവിശ്വാസം LDFിനുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ 2016 കടകംപള്ളി മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം 70,000-ഓളം ആയിരുന്നു. പക്ഷേ 2021 വരുമ്പോൾ 3 ഇരട്ടി ഭൂരിപക്ഷം കടകംപള്ളി സുരേന്ദ്രൻ ആ മണ്ഡലത്തിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസം കടകംപള്ളി സുരേന്ദ്രനുണ്ട്. BJPയെ സംബന്ധിച്ചും വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. കാരണം V മുരളീധരൻ കഴിഞ്ഞ കുറേ നാളുകളായി മണ്ഡലത്തിൽ സജീവമാണ്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ 2ാം സ്ഥാനത്താണ് BJP കഴക്കൂട്ടം മണ്ഡലത്തിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിക്ക വാർഡുകളിലും ഭരണം പിടിക്കാനായത് BJPക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം കഴക്കൂട്ടം മണ്ഡലം 1ാം സ്ഥാനത്ത് BJP എത്തിയിരുന്നു. അത്തരത്തിലൊരു അനുകൂല സാഹചര്യം BJPയെ സംബന്ധിച്ച കഴക്കൂട്ടം മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് V മുരളീധരൻ ഉള്ളത്. മാത്രമല്ല, ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായാണ് ശരത്ചന്ദ്ര പ്രസാദ് കഴക്കൂട്ടം മണ്ഡലത്തിലെത്തി. അതുകൊണ്ട് തന്നെ ശരത്ചന്ദ്ര പ്രസാദിന്റെ ഒരു മുൻകാല രാഷ്ട്രീയ ചരിത്രമൊക്കെ തന്നെ മണ്ഡലത്തിൽ UDFന് അനുകൂലമാകും എന്നുള്ള ഒരു പൊതുവികാരം UDF ക്യാമ്പിലുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രചരണം 3 മുന്നണികളും കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിച്ച് വച്ചിട്ടുണ്ട്. മാത്രമല്ല, കൂടുതൽ ഹിന്ദു വോട്ടുകളാണ് മണ്ഡലത്തിൽ ഉള്ളതെങ്കിലും ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഒക്കെ തന്നെ ജയത്തിൽ നിർണായക ഘടകമായി മാറും. മാത്രമല്ല, ടെക്നോ പാർക്ക് ഉൾപ്പെടുന്ന മണ്ഡലമാണ്. ലക്ഷക്കണക്കിന് ഈ യുവാക്കൾ ഈ വോട്ടർമാരെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരെ ആയിരിക്കും തിരഞ്ഞെടുക്കുക, അവരുടെ ആ ജനവിധി എന്തായിരിക്കും എന്നുള്ള വലിയ ഒരു സസ്പെൻസ് ആണ് കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിച്ച് ഉള്ളത്. എന്തായാലും ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ 3 മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ. റോഷ്നി, ഓക്കെ, അപ്പോൾ കഴക്കൂട്ടത്ത് ഇതുവരെ കണക്കുകൂട്ടലുകളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ഇനി റിസൾട്ടിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്.